കളരി. രണ്ടായിരം വർഷത്തിലേറെ പാരമ്പര്യമുള്ള കേരളത്തിന്റെ തനത് ആയോധന കല, ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ആയോധന കലകളിൽ ഒന്ന്. അതെ, സംസ്ഥാനത്തിന്റെ സ്വന്തം കളരിപ്പയറ്റ് ഈ വർഷം മുതൽ സ്കൂൾ കായികമേളയിലെ മത്സര ഇനമാണ്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലെ ജർമ്മൻ പന്തലിലെ അങ്കത്തട്ടിൽ കൈമെയ് മറന്ന് കളരിമുറകൾ ഓരോന്നോരോന്നായി പയറ്റുകയാണ് വിദ്യാർത്ഥികൾ. വടക്കൻ കളരിയും തെക്കൻ കളരിയും സമന്വയിക്കുന്ന അതുല്യ കാഴ്ച. കളരിയാവേശം കൊടിയേറുന്ന നിമിഷങ്ങൾ. ചരിത്രത്തിലാദ്യമായി കളരിപ്പയറ്റ് ഒരു മത്സര ഇനമായി ഉൾപ്പെടുത്തിയ ആദ്യ സംസ്ഥാന സ്കൂൾ കായികമേള. ചുവടുകൾ, മെയ്പ്പയറ്റ്, നെടുവടിപ്പയറ്റ് എന്നിങ്ങനെ 3 മത്സര വിഭാഗങ്ങൾ. ഇതിൽ നെടുവടിപ്പയറ്റ് സീനിയർ വിഭാഗത്തിൽ ഓവറോൾ കപ്പ് വടക്കൻ കളരിയുടെ ഈറ്റില്ലമായ കണ്ണൂർ തന്നെ ഇങ്ങ് തൂക്കി. അതിരിത് സുജിത്തും ഭഗത് കെ ജനനും മാഷുമാരും മാതാപിതാക്കളും എല്ലാവരും ഈ സ്വർണ്ണ നേട്ടത്തിൽ ഹാപ്പിയാണ്. ഇപ്പൊ എത്ര നാളായി നിങ്ങളിങ്ങനെ പരിശീലനമൊക്കെ തുടങ്ങിയിട്ട്? 10 വർഷത്തോളായി. ഏതായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു എക്സ്പീരിയൻസ് ഒക്കെ? ആദ്യമായിട്ടാണ് സംസ്ഥാന സ്കൂൾ കായികമേളയിലെ കളരിപ്പയറ്റ് വരുന്നത്. അപ്പോൾ അതിലോട്ട് സ്വർണം, അത് കണ്ണൂരിലോട്ട് തന്നെ എത്താണ്. അപ്പോൾ അതിൻ്റെ സന്തോഷമൊക്കെ എങ്ങനെയുണ്ട്? വളരെ സന്തോഷം. ആദ്യമായിട്ട് തന്നെ സ്കൂൾ മീറ്റിൽ മത്സരം വെക്കുമ്പോൾ അതിൽ ഫസ്റ്റ് അടിക്കാനും സാധിച്ചതിൽ വളരെ സന്തോഷം. ഒരുപാട് അഭിമാനമുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ സ്കൂളിലെ കുട്ടികളാണ് ഭഗത്തും അതിരതും. അപ്പോൾ നമ്മൾ സ്കൂളിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരുപാട് സ്പോർട്സുമായിട്ട് ഒരുപാട് മുന്നോട്ട് നിൽക്കുന്ന സ്കൂളാണ്. മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന സ്കൂളും അവിടുത്തെ അധ്യാപകരും മാനേജ്മെൻ്റ് ആയാലും നമ്മളെ സ്പോർട്സിനെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിലൂടെ തന്നെ ഇവർ കളരി മാത്രമല്ല, ഇവർ മറ്റുള്ള ഗെയിമുകളിലും ഇവരുടെ വിജയങ്ങൾ മുന്നേ നേടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം നമുക്ക് കളരിയിലും ഇവരുടെ എന്താ പറയേണ്ട ആധിപത്യം ഇവർ തെളിയിച്ചു കഴിഞ്ഞു. ഈ കളരി ഈ വർഷം തന്നെ സ്റ്റാർട്ട് ചെയ്തു. എന്താ പറയുക, കേരള സ്കൂൾ ഗെയിംസിൽ ഈ വർഷം കളരി സ്റ്റാർട്ട് ചെയ്ത വർഷം തന്നെ നമുക്ക് മെഡലടിച്ചു. നമ്മുടെ സ്കൂളിലെ 2 വിദ്യാർത്ഥികളും, ഇന്ന് ഭഗത്തും അതിരതും സ്വർണം തന്നെ അടിച്ചെടുത്തു. അതാണ് നമുക്ക് സ്പെഷ്യൽ. ഈ വർഷം ആദ്യത്തെ 2 ഗോൾഡ് തന്ന ഈ 2 മക്കളാണ്. നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. സ്കൂളിനും അഭിമാനം, നമുക്കും അഭിമാനം. പിന്നെ ഇവരെ കളരി പരിശീലനം 10 വർഷത്തോളം പരിശീലിപ്പിച്ച സുകുമാരൻ ഗുരുക്കൾ, മുഴക്കുന്ന കേരളവർമ്മ പഴശ്ശിരാജ കളരി അക്കാദമിയിലാണ് ഇവർ പരിശീലനം നേടുന്നത്. ഗുരുക്കൾക്കും ഇതിന് വളരെയധികം അഭിമാനം, സന്തോഷമുണ്ട്. കളരിപ്പയറ്റിലെ പെൺചുവടുകളും കായികമേളയെ ആവേശം കൊള്ളിച്ചു. കളരിപ്പയറ്റ് മത്സരീനമാക്കിയ ആദ്യ കായികമേളയിലെ ആദ്യ സ്വർണം ഇങ്ങ് തെക്കൻ കളരിയുടെ നാടായ തിരുവനന്തപുരമാണ് നേടിയത്. പിന്നീട് നടന്ന നെടുവടിപ്പയറ്റിൽ കണ്ണൂരിന്റെ പെൺപുലികൾ സ്വർണം ഉറപ്പിച്ചതോടെ ഓവറോൾ കപ്പ് വടക്കൻ കളരിത്തറയിലേക്ക് തന്നെ തിരികെ എത്തി എന്ന് പറയാം. മെയ്പ്പയറ്റിൽ അഭിന ബാബുവിനാണ് സ്വർണം. നെടുവടിപ്പയറ്റിൽ ശ്രീകൃപയും കീർത്തനയും സ്വർണം നേടി. വളരെയധികം സന്തോഷമുണ്ട്. ഫസ്റ്റ് ഡേയിൽ തന്നെ കണ്ണൂരിലേക്ക് മെഡൽ ട്രോഫി കൊണ്ടുപോകാൻ വളരെ സന്തോഷം. കണ്ണൂരിൻ്റെ ടീം മാനേജർ എന്ന നിലയിൽ 2 വിഭാഗത്തിലും ചാമ്പ്യൻഷിപ്പ് നേടിയതിൽ വളരെയധികം സന്തോഷം. ഇതിൽ കളരിപ്പയറ്റ് ഉൾപ്പെടുത്തിയതിൽ ആദ്യം തന്നെ വിദ്യാഭ്യാസ മന്ത്രിയോട് നന്ദി പറയുന്നു. ആദ്യം സ്കൂൾ മീറ്റിൽ തന്നെ കണ്ണൂരിന് ഓവറോൾ വിൻ ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ അതേപോലെ തന്നെ സ്കൂൾ മീറ്റിൽ കളരി ഉൾപ്പെടുത്തിയതിൽ വളരെയധികം നന്ദിയുണ്ട്. റിപ്പബ്ലിക് ദിന ടാബ്ലോ പരേഡിലും ദേശീയ ഗെയിംസിലുമടക്കം കേരളത്തെ തഴയുന്ന കേന്ദ്ര ഗവൺമെന്റ് നയങ്ങൾക്ക് മുൻപിൽ ഒരു തിരുത്തൽ കൂടിയാവുകയാണ് കേരള സ്കൂൾ ഒളിമ്പിക്സ്. കേരളത്തിന്റെ പൈതൃകത്തെ ചേർത്തുപിടിച്ച് കടത്തനാടൻ കളരിയുടെ പെരുമ വിളിച്ചോതുന്ന കായികമേളയ്ക്ക് കൂടി കേരളം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുകയാണ്. ഡിജിറ്റൽ ഡെസ്ക്, കൈരളി ന്യൂസ്.